ആൽബത്തിന്റെ തിരക്കോട് തിരക്കാണ്. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇല്ലാത്ത. നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ആങ്കർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇന്ന് നിങ്ങൾക്കുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് എന്റെ ഈ ഫീൽഡ്, ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, ബിഗ് ബോസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ അതിന് ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ? യവനിട്ട് 2 എണ്ണം പറയണം നമ്മൾ നേരത്തെ വിചാരിച്ചു വെച്ചാണ്. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം കിട്ടിയത് കേട്ടോ. ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് ഏതാണ്ടൊക്കെയോ പറയാം, എന്നോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ എന്നൊക്കെ പറയുന്നത്. കാരണം ഷോ കണ്ടക്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ പുള്ളി ആയതുകൊണ്ട് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. കപ്പടിക്കുന്നത് ആരാന്ന് വരെ ചോദിച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തരും. യവനെ രേണുസുധീന്റെ കൂടെ അല്ലാതെ ഒറ്റയ്ക്കൊന്ന് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നാണ്. മോനെ പ്രതീക്ഷ, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. പ്രതീക്ഷ ഒരു കാര്യം മനസ്സിലാക്കുക. നിന്റെ അഭിനയ മികവ് കൊണ്ടല്ല നീ ഈ സ്റ്റേജിലെത്തി നിന്നെ 4 ആളെ അറിയുന്നത്. രേണുസുധീന്റെ കൂടെ അഭിനയിച്ച് ഒരുപാട് വിവാദങ്ങൾക്കിരയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ 4 ആളെ അറിയുന്നത്. അങ്ങനെ ഇരിക്കെ രേണുസുധി വഴി പ്രശസ്തനായ ഒരാള് എന്നല്ലാതെ നിനക്ക് വേറെ ഒരു ലേബലും കൊടുക്കാനില്ല മോനെ. വേറൊന്നുമല്ല പറയുന്നത്, ഒരുപാട് നടന്മാര് അവരുടെ കഴിവ് വഴി മുൻനിരയിലോട്ട് വന്ന ആൾക്കാരാണ്. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ കഴിവ് മെച്ചപ്പെട്ട് 4 ആൾക്കാർ അറിയുന്നതിന് മുമ്പേ രേണുസുധി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ വിവാദത്തിൽ ഏർപ്പെടുകയും അങ്ങനെ നെഗറ്റീവ് കിട്ടിയിട്ട് പ്രശസ്തനാവുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ നിന്റെ അഭിനയം ആളുകൾ കാണുന്നതല്ലാണ്ട് അഭിനയ മികവ് കൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് മനസ്സ് കീഴടക്കി ഇറങ്ങിയ ഒരാളൊന്നുമല്ല. ഇനിയിപ്പോ ഏതെങ്കിലും സിനിമയിലോ ഷോർട്ട് ഫിലിമിലോ ഒക്കെ നിനക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലും ആരാ രേണുസുധീന്റെ കൂടെ വൈറലായ പയ്യൻ, അങ്ങനെ ഉള്ളൂ, ആ ലേബലേ ഉള്ളൂ, ആ പേരേ ഉള്ളൂ. അല്ലാണ്ട് നിന്റെ അഭിനയത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരും ചോദിക്കുകയില്ല, അതിനെക്കുറിച്ച് ആരും പറയാനും പോകുന്നില്ല. ഇനി നമുക്ക് പുള്ളിയുടെ പ്രസംഗത്തിലോട്ട് കടക്കാം. ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ? ഹായ് ചേട്ടാ, ബിഗ് ബോസിൽ പോകുവാണോ ചേട്ടാ? ഹായ് ചേട്ടാ, അതിന്റെ അപ്ഡേറ്റ്സ്, ബിഗ് ബോസിന്റെ അപ്ഡേറ്റും എല്ലാം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ലൈവ് നമുക്ക് വന്നേക്കുന്നത്. ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല ഗൈസ്, ഞാൻ എനിക്ക് തോന്നിയ കാര്യം ജെന്യുവനായിട്ട് നിങ്ങളോട് പറയാം. പ്രതീഷ് എന്ന വന്മരം വീണു. ഇനിയിപ്പോ 3 മാസം കഴിയണം രേണുസുധി ഒന്ന് അവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ. പുള്ളിക്കാരി നല്ല കോണ്ടന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അവിടെ പിടിച്ചിരുത്തും. അതിന്റെ ഒരു ക്രൂ മെമ്പേഴ്സ് അതിനെന്തായാലും പിടിച്ചു നിർത്തുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഔട്ടാവാൻ സാധ്യതയുള്ള എത്രയോ കണ്ടസ്റ്റൻസിനെ കോണ്ടന്റിന് വേണ്ടി അവിടെ നിർത്തിയ ആളുകളൊക്കെ ഉണ്ട് അല്ലെ. ഇതിനു മുമ്പ് പല സീസൺസിലും അതിനെ കുറിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ യൂട്യൂബ് നടന്നിട്ടുള്ളതുമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിന് ഒരു 65-70 ദിവസം വരെ അവിടെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവന്റെ കൂടെയുള്ള ഒരു നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോസിലോ ലൈവിലോ അല്ലെങ്കിൽ വേറെ ഷോർട്ട് ഫിലിംസിലോ ഒന്നും തന്നെ രേണുസുധി സജീവമായിരിക്കില്ല. അപ്പം ഇവന് രേണുസുധിനെ വെച്ച് വീണ്ടും ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സ് പറയുകയും രേണു കാണിക്കുന്ന നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അത് സോഷ്യൽ മീഡിയ വന്നിട്ട് വിലയിരുത്തുകയോ അല്ലെങ്കിൽ അതിനൊന്നേ സപ്പോർട്ട് ചെയ്ത് പറയുകയോ രേണുവിനെ വിമർശിക്കുന്ന ആൾക്കാർക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഇവനെ വീണ്ടും ഇവനെ 4 ആൾ മറക്കാതെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ അപ്ഡേറ്റും കൊണ്ട് വന്നതാന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവൻ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ ഇവന് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഇവൻ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ രേണുസുധി. അതുകൊണ്ടാണ് ഇവൻ ബിഗ് ബോസിന്റെ അപ്ഡേറ്റും കൊണ്ട് വന്നിട്ടുള്ളത്. ഇനി മുതൽ അവിടുന്ന് ആ രേണുസുധി പുറത്താകുന്നത് വരെ ബിഗ് ബോസിൽ രേണുസുധിനെ കൊണ്ടുള്ള എല്ലാ കണ്ടന്റിന്റെയും നെഗറ്റീവോ പോസിറ്റീവോ റിയാക്ഷൻ അല്ലായ്മയോ എന്തെങ്കിലും കൊണ്ട് ഈ പയ്യൻ എന്തായാലും വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് ഗൈസ്. പിടിക്കാനിപ്പോ പുള്ളിക്കാരിയുടെ പാവാടവള്ളി കയ്യിലില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളെ രേണുസുധി പറയുകയുണ്ടായി, എനിക്ക് മൂവിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിനാണ് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ബിഗ് ബോസ് കയറുന്ന സമയത്ത് അപ്പൊ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളെ നടത്തിയ പൂജകള്, പിന്നെ നിങ്ങൾ കൊടുത്ത ഷോർട്ട് ഫിലിംസ്, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിക്കോട്ടെ എന്ന് ആൾക്കാർ കരുതി, അല്ലെങ്കിൽ ബിഗ് ബോസിന് വേണ്ടി അതൊക്കെ ഡ്രോപ്പ് ചെയ്തോ? അറിയാത്തോണ്ട് ചോദിച്ചാൽ ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ, ആരും നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുന്നത് വരെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ഒരു സമയം ഉണ്ടാവില്ലല്ലോ പൊന്നു മോളെ. രേണുസുധി ഇത്തവണ ബിഗ് ബോസിലുണ്ടോ? സ്കിപ്പാണ് ആ ക്വസ്റ്റ്യൻ ഇല്ല. രേണുസുധി എവിടെ? രേണുസുധി ബിഗ് ബോസിലുണ്ടോ? സ്കിപ്പാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ നീ ബിഗ് ബോസിനെ കുറിച്ചിട്ട് എന്ത് പാചകം ചെയ്യാനാണ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോന്ന് പറഞ്ഞത്? വെറുതെ ആളുകളെ ഉഡായിപ്പ് കാട്ടി പറ്റിക്കുക. ആളുകൾ ഇവരുടെ ലൈവിലും വീഡിയോസും കയറി കാണും രേണുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ വേഗം സ്കിപ്പടിച്ചു. കാരണം സ്കിപ്പടിച്ചേ നിവർത്തിയുള്ളൂ. പുള്ളിക്കാരി ബിഗ് ബോസ് കയറി കാര്യങ്ങളെ കുറച്ച് മുമ്പോട്ട് എത്തിയാലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഇടപെടല മൂഞ്ചും? രേണുസുധി രേണുസുധി എവിടെ? രേണുസുധിന്റെ അവിടെ അല്ലേ ഉണ്ടാവുക? എന്റെ അടുത്തല്ലോ. തമാശ. രേണുസുധിന്റെ എവിടെയല്ലേ ഉണ്ടാവുക? എന്റെ അടുത്തല്ലല്ലോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ലല്ലോ കാണുന്നത്. ഊണിലും ഉറക്കത്തിലും ഭക്ഷണം വാരിക്കൊടുക്കാനും തീറ്റിക്കാനും റീൽസ് എടുക്കാനും കെട്ടിപ്പിടിക്കാനും എല്ലാത്തിനും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണല്ലോ. അപ്പൊ ആളുകൾ അങ്ങനെ ചോദിക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല സഹോദരാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയായിരുന്നേ. പോയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആണുങ്ങൾ, ഒരു ഫാമിലി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പ്രതീക്ഷ ഭാര്യയ്ക്ക് സുഖമാണോ ചോദിച്ചു. ഞാൻ ആ ചേച്ചി ഭാര്യയ്ക്ക് സുഖം. ഗൈസ്, ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. രേണുസുധി സ്വന്തം ഭാര്യയാണെന്ന് മറ്റൊരാൾ അറിയുന്ന സമയത്ത്
പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് പുള്ളിക്കാരനുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ആകാംക്ഷ, ഞെട്ടൽ, ഈ ഭീതി, ഈ സാധനങ്ങളൊക്കെ പുള്ളിന്റെ മുഖത്ത് മാറി മറിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ കരുതി രേണുസുതിക്ക് മാത്രമേ ഈ ഒരു ചെറിയ പുളവങ്കുള്ളിൽ എന്നുള്ളത്. പക്ഷെ അക്ഷരാർത്ഥ തെറ്റി. ഇവനും അതുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങി. ഹീസ് ഓക്കെ വിത്ത് അത് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് രേണുവിന്റെ അന്വേഷണം പറയണം കേട്ടോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കണ് എന്റെ അടുത്ത് പറയൂല ഒരു ശരി. അമ്മച്ചി പറയുന്ന മോനെ പ്രതീക്ഷ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന ഭാര്യയ്ക്ക് സുഖമാണോ? അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് സുഖമാണ്. ഞാൻ വെച്ചാൽ എന്റെ ഭാര്യനെ കുറിച്ച് പറയണ വെച്ചു. നിങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ, സുഖമായിട്ടിരിക്കുന്നല്ലേ രണ്ടാളെന്ന്. ഞാൻ അങ്ങട് തീർന്ന്. പിന്നെ ഇപ്പൊ ഇരുന്നിട്ട് ഈ കൊണ ചലച്ചോണ്ടിരിക്കുന്നത് ആരാ? നീ അല്ലേ? പ്രജീഷിന്റെ ആത്മാവാണോ? ആത്മാവ്. ഞാൻ അങ്ങനെ ഒരു ലെവലായി കഴിച്ചു. ഞാൻ എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തിന് നിന്റെ അവസ്ഥ ഞങ്ങൾ എന്തിനാ ആലോചിക്കുന്നേ? നീ എന്തോ ഏതോ ആയിക്കോട്ടെ, ഞങ്ങൾ എന്തിനാണ് ആലോചിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമാണ്. നിന്നേക്കാളും വലിയ മുൻനിര നായകന്മാരൊക്കെ സിനിമയിൽ കല്യാണം കഴിക്കുന്നൊക്കെ ഉണ്ട്. അത് നടീന്റെ കൂടെ കല്യാണം കഴിക്കുന്ന കണ്ടിട്ട് ഭാര്യയാണോ, പഴയ ഭാര്യയെ ഉപേക്ഷിച്ചോ, പുതിയ ഭാര്യയാണോ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചോ എന്നൊന്നും ആൾക്കാർ ചോദിച്ചുകൊണ്ട് നടക്കില്ല. കാരണം എന്തുകൊണ്ടാ അറിയോ? സിനിമാ രംഗങ്ങൾ സിനിമയ്ക്കകത്ത്, ഷോർട്ട് ഫിലിം രംഗങ്ങൾ ഷോർട്ട് ഫിലിമിനകത്ത്. നിങ്ങളെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയ്ക്ക് ഓരോ കണ്ടന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ഓൺലൈൻ മീഡിയാസിന് ഇങ്ങനത്തെ ചെറിയ ബൈറ്റ്സ് കൊടുക്കും. അതായത് ഞങ്ങൾ താലി കെട്ടുന്നത് സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ, തിരുവോണം എന്ന് പറയുന്നില്ല, ഓണം, ഈ ഒരു ലൈൻ പിടിച്ചിട്ട് ചോദിക്കുന്ന എല്ലാ ഓൺലൈൻ മീഡിയാസിനും ഒന്നും ഇവിടുന്നും മുമ്പൊന്നും ബാക്കൊന്നും മേലേന്നും താഴേന്നും ഒക്കെ താലി കെട്ടുന്നതും ഉരുളുന്നതും പെരളുന്നതും തിരിക്കുന്നതും കറക്കുന്നതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഓൺലൈൻ മീഡിയാസിലോട്ട് അങ്ങോട്ട് തള്ളിവിടും, അനുവാദം കൊടുക്കും. നിങ്ങൾ എടുത്തോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അകത്തോ മൂവിന്റെ അകത്തോ ഈ ഒരു സാധനം കാണുന്നതിന്റെ മുമ്പ് തന്നെ ആളുകൾക്ക് മനസ്സിലാവാം ഇതിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിംസിലും സിനിമയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സസ്പെൻസും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു സസ്പെൻസും ഇല്ല. കാരണം അതിന്റെ തുടക്കം തൊട്ടുള്ള അവസാനം വരെയുള്ള എല്ലാ രംഗങ്ങളും വല്ല പാട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഓൺലൈൻ മീഡിയാസ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് അപ്പോഴേക്കും നിങ്ങളുടെ മൂവി ഷോർട്ട് ഫിലിം ഒക്കെ റിലീസ് ആവുന്നതിന് മുമ്പേ ഇറക്കി തരും. അപ്പോൾ പിന്നെ ആളുകൾക്ക് മനസ്സിലാവാം ഇന്ന ഷോർട്സ് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോഴാണെങ്കിൽ പുള്ളിക്കാരിനെ മാർക്കറ്റ് ഇടിഞ്ഞു കേട്ടോ. അവരിട്ട ഷോർട്ട് ഫിലിംസ് ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ അവരിടുന്ന വീഡിയോസ് ആവട്ടെ, എല്ലാ കാര്യം ഇന്റർവ്യൂസ് ആവട്ടെ, എല്ലാത്തിനും നന്നായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്ന് പൊന്തണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ അത്യാവശ്യം നല്ല മര്യാദയ്ക്ക് നിൽക്കണം. ഇപ്പോഴാണെങ്കിൽ കയറിയെന്നോ അടിപൊട്ടിന്നോ. എന്റെ പൊന്നു മക്കളെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ശാരികേന്റെ കൂടെയുള്ള എന്ത് ഉടായ്പ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ദയവ് ഇത് വിശ്വസിച്ചിട്ട് രേണുസുതിക്ക് വോട്ട് കൊടുക്കാൻ പോരുത്. കാരണം ഈ രേണുസുതിനെ ശാരിക ഇവിടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. സോ ഇവിടുന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ആർക്ക് എപ്പോൾ നെഗറ്റീവ് കൊടുക്കണം, ആർക്ക് എപ്പോൾ പോസിറ്റീവ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്ത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശാരിക രേണുവിനെ എന്തെങ്കിലും പറഞ്ഞതായി കഴിഞ്ഞിട്ട് രേണുവിനെ ശാരിക എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നമാക്കിയിട്ട് ശാരികയ്ക്കോ ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ടും കൊണ്ട് നടക്കരുത്. അവർ രണ്ടുപേരും പ്രീ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. ഇപ്പൊ ശാരികയും രേണു തമ്മിലാണ് പ്രശ്നം ഉണ്ടായതെന്നൊക്കെ യൂട്യൂബിൽ ചില ക്ലിപ്സ് കണ്ടു. എന്താണെന്നറിയില്ല. നമ്മൾ 24/7 കാണുന്നില്ല. എപ്പിസോഡ് കണ്ടിട്ട് പിറ്റേന്ന് നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. നമുക്ക് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാം. ഇമേജസോ വീഡിയോസോ ക്ലിപ്സ് ആഡ് ചെയ്യാതെ. കാരണം ഏഷ്യാനെറ്റ് ഓടി നടന്ന് കോപ്പിറൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ.